എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇതുണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള ഒരുപോലുള്ള കഷ്ണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 2 സൈഡൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ആദ്യം നമ്മളിത് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് സാധാ നോർമൽ വാട്ടറാണ്, അപ്പോൾ ഇതിലൊന്ന് കഴുകിയിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഒരു തവണയൊന്ന് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിൽ ഉരുളക്കിഴങ്ങെല്ലാം മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 1 മിനിറ്റ് മാത്രമേ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് പാടുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉരുളക്കിഴങ്ങ് വെന്ത് കൂടിപ്പോകാനായിട്ട് പാടില്ല. ഈ 1 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ആ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റാം. ഇനി ഇത് ഞാൻ ടിഷ്യൂ പേപ്പർ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ളൊരു കോട്ടൺ ക്ലോത്ത് എടുത്താലും മതി. ഇതിലേക്ക് ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലവർ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ വശത്തും ഒന്ന് കോട്ട് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ എണ്ണയിൽ വറുത്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഫ്ലേവറൊന്നും ഇല്ലാത്ത ഓയിൽ എടുത്താൽ മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് കുറേ നേരം വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ഉപ്പും കൂടി ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഉണക്കി പൊടിച്ചതാണ്. ഒരു നുള്ള് ഞാൻ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മല്ലിയില ചേർക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. വേണമെങ്കിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ലാതെ ഇത് സോസിൻ്റെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്